ഹായ് ഗൈസ്, ഇന്ന് ഞാൻ ഒരു ഗ്ലൂട്ടാത്തിയോൻ്റെ ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗ്ലൂട്ടാത്തിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അത്യാവശ്യം കളർ വെക്കണം, വെളുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒട്ടുമിക്ക 90% ഗേൾസും ഗ്ലൂട്ടാത്തിയോൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം അല്ലെങ്കിൽ ഗ്ലൂട്ടാത്തിയൻ യൂസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളവരായിരിക്കും അല്ലേ. അപ്പോൾ എനിക്കും എൻ്റെ മനസ്സിൽ കുറേ നാളായിട്ട് കുറേ വർഷങ്ങളായിട്ട് എനിക്കും ഗ്ലൂട്ടാത്തിയോൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം, ഇഞ്ചക്ഷൻ എടുക്കണം, മരുന്ന് കഴിക്കണം, നല്ല കളർ വരണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നിങ്ങളോടൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നപ്പോൾ ഫെയ്ഡായി പോയി, കളർ കുറവായും ആ പ്രശ്നം ഈ പ്രശ്നമൊക്കെ വന്നപ്പോൾ ഞാൻ കുറച്ച് ക്രീമുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയത്. അതിലൊരു ക്രീമാണ് കേട്ടോ, അത് ഈ ഒരു ഗ്ലൂട്ടാത്തിയോൻ്റെ ഒരു സ്കിൻ വൈറ്റനിങ് ജെല്ലാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ഇതിന് 600 സംതിങ് എത്രയായി പ്രൈസ്. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ച് ഞാൻ ഒരു 2-3 മാസത്തോളമൊക്കെ യൂസ് ചെയ്യുന്നത് പറയും, 2 മാസത്തോളമൊക്കെ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും വിചാരം ഭയങ്കരമായിട്ട് കളർ വെക്കും, വെളുക്കും, അത് ഇതെന്നൊക്കെയാണ്. പക്ഷെ ആ ഒരു പ്രതീക്ഷ തെറ്റിച്ചൊന്നാണ് കേട്ടോ ഈ ഒരു ഗ്ലൂട്ടാത്തിയോണിൻ്റെ ഈ ഒരു വൈറ്റനിങ് ജെല്ല്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്ന് വൈറ്റനിങ് ആകും, നല്ലതാണെന്നൊക്കെ പറഞ്ഞാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേങ്കിൽ ഈ ഒരു സാധനം മുഖത്ത് തേച്ചിട്ടുണ്ടല്ലോ ഗൈസ്, ഇത് എന്നെ അപ്പം ഞാൻ പറയുക, തേച്ചിട്ട് വെളുത്തില്ലെങ്കിൽ വെളുത്തില്ലാന്നേ ഉള്ളൂ, പക്ഷേങ്കിൽ കറുക്കുകയാണ് ചെയ്തത് ഗൈസ്. ഈ ഒരു സാധനം തേച്ചപ്പോൾ തൊട്ട് എൻ്റെ മുഖം നല്ലപോലെ ഫെയ്ഡായി, നല്ലപോലെ കറുത്ത് ഗൈസ്. നല്ലപോലെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കറുത്തു കേട്ടോ. ഇതിപ്പോൾ ഞാൻ എങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല, കാരണം അത്രയും നമ്മുടെ മുഖം അത്രയും ഫെയ്ഡായി. അപ്പം ഞാൻ ഓർത്തു എങ്കിൽ നമുക്ക് ഈ മുഖം നിർത്തിയിട്ട് കൈയും കാലം തേച്ച് നോക്കാം. പിന്നെ കുറേ നാൾ കൈയും കാലം തേച്ചിട്ട് കൈയും കാലം തേച്ചപ്പോഴത്തേനും കൈയും കാലും കറുത്ത് കേസ്. അതായത് ഗ്ലൂട്ടാത്തിയോൺ വൈറ്റനിങ് എന്നൊക്കെ പറയുമ്പോഴത്തേനും അല്ല, ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം ഭയങ്കര ആയില്ല. അപ്പം ഞാൻ ഓർത്ത് ചിലപ്പോൾ ഈ ഒരു ക്രീം കൊള്ളൂലാഞ്ഞിട്ട് ആയിരിക്കുന്നു വിചാരിച്ചു. ഇപ്പോൾ തന്നെ റീസെൻ്റ്ലി കുറച്ച് നാളായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഗ്ലോ എന്നൊക്കെ പറഞ്ഞ ഗ്ലൂട്ടാത്തിയോണ്ട് നമ്മുടെ സപ്ലിമെൻറ്റ്സ് ആയിട്ട് ഉള്ളിലേക്ക് കഴിക്കുന്ന ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ആൾ കുറച്ച് വെളുക്കാനായിട്ടൊക്കെയുള്ള ആഗ്രഹം കൊണ്ടാണ് കഴിക്കുന്നത്. പക്ഷേങ്കിൽ 2-3 സിറ്റിങ്സ് ഒക്കെ ആയെന്നൊക്കെ പറയുന്നു, പക്ഷേങ്കിൽ ആളിതുവരെ വെളുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഉള്ളിലേക്ക് പോയ ആ ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ട് ആൾക്ക് ചെറിയ ചെറിയ മുഖത്തെ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്, അല്ലാതെ ഒരു വെളുപ്പ് എന്നുള്ള രീതിയിലേക്കൊന്നും വന്നിട്ടില്ല, വെളുത്തിട്ടില്ല, അല്ലെങ്കിൽ സ്കിൻ ടോൺ ചേഞ്ച് ആയിട്ടില്ല എന്നാണ് കേട്ടോ പറയണം. അപ്പം ഇനിയിപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഗ്ലൂട്ടാത്തിയോൻ്റെ ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, ആ സെറ്റപ്പ് എടുത്താൽ കൊള്ളാമെന്നില്ല. അപ്പോൾ ഇഞ്ചക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ പണ്ടത്തെ എൻ്റെ വിചാരം എന്നൊക്കെ പറഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ തന്നെ വെളുത്ത് തുടുത്തുണ്ട് സുന്ദരി കുട്ടപ്പനാകുന്നൊക്കെ ആയിരുന്നു. പക്ഷേ സത്യം പറയാനുള്ള കേസ്, നമ്മൾ ഒറ്റ ഇഞ്ചക്ഷൻ ഒന്നും എടുത്താൽ നമ്മൾ വെളുക്കില്ല. ഒറ്റ ഇഞ്ചക്ഷൻ ലൈഫ് ലോങ് നമ്മൾ വെളുത്തിരിക്കാനും പോലില്ല. നമുക്ക് ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനൊക്കെ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്, വീണ്ടും നമ്മൾ ഒരുപാട് ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ഗ്ലൂട്ടാത്തിയോൺ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഞാൻ മെലാസിൻ്റെ ഒരു ക്രീം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് കുറച്ച് പേരൊക്കെ കമൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറേ പേര് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. ഞാൻ സോറി ഇട്ടില്ല, കുറേ പേർക്കൊന്നും റിപ്ലൈ ചെയ്ത് കൊടുത്തിട്ട്, കാരണം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് എനിക്ക് വയ്യാണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ട് കുറേ പേർക്ക് ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ട് കുറച്ച് പേർക്കൊന്നും റിപ്ലൈ ഒന്നും കൊടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആ ഒരു മെലാസിൻ്റെ ക്രീമിനെ പറ്റി ഇപ്പോൾ ബാഡ് റിവ്യൂ കുറേ വരുന്നുണ്ട്. ഞാൻ വൈറ്റനിങ് ക്രീം നമ്മൾ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ്, ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വന്തം വൈറ്റനിങ് ക്രീം എന്നൊക്കെ പറഞ്ഞാൽ സ്വന്തം റിസ്കിൽ നമ്മൾ ചെയ്ത് നോക്കേണ്ട കാര്യമാണ്. ഒരുപാട് വൈറ്റനിങ് ക്രീമുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എനിക്ക് കുറച്ചുകൂടെ കളർ വേണം, അല്ലെങ്കിൽ എനിക്ക് അതൊന്ന് ചേഞ്ച് വേണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം റിസ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഏതെങ്കിലും ക്രീം സജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്യുമ്പോൾ റിസൾട്ട് ഉണ്ടെങ്കിൽ ഓക്കെ, അതെനിക്ക് പറ്റിയതാണ്, അല്ലെങ്കിൽ അതെനിക്ക് പറ്റത്തില്ല. ഇപ്പോൾ തന്നെ ഈ ഒരു മെലാസിൻ്റെ ക്രീം എടുക്കുകയാണെങ്കിൽ തന്നെ കുറേ പേര് ഞാൻ മാനുഫാക്ചർ ചെയ്തുണ്ടാക്കിയ ക്രീം പോലെയൊക്കെയാണ് വന്ന് പറയണത്. ഒന്നാമത് തന്നെ ഞാൻ എൻ്റെ പ്രൊമോട്ടറല്ല, ഞാനത് മാനുഫാക്ചർ ചെയ്തിട്ടില്ല. എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്കൊരു നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ ഞാനത് വന്ന് ഷെയർ ചെയ്തു, അത്രയേ ഉള്ളൂ. ഞാൻ ആ ഒരു വീഡിയോ റിമൂവ് ചെയ്യാനിരുന്നതാണ്, അത് ഞാൻ പ്രൈവറ്റ് ആക്കിയ വീഡിയോ ആണ്. പക്ഷേ കുറേ പേരുണ്ട് ചേച്ചി ആ വീഡിയോ എന്ത് ചേച്ചി കാണാനില്ല, അതൊന്നും കൂടെ ചെയ്യുമോ, കുറേ പേരുടെ ഒരു ഇതിലാണ് ഞാൻ ആ വീഡിയോ വീണ്ടും ഞാൻ പോസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് കുറേ പേര് ഇതെങ്ങനെ നിർത്തണേ, ഇതാണ് ചേച്ചി അതിൻ്റെ 1-2 വീഡിയോ കൂടെ ഇടുമെന്ന് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും അതേപ്പറ്റി 1-2 വീഡിയോസ് ഇട്ടത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഞാനത് ഉണ്ടാക്കിയ പോലെയാണ്, ഒരിക്കലും ഞാൻ ഉണ്ടാക്കിയില്ല. എനിക്കിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് മുഖം നല്ലപോലെ ഫെയ്ഡായി എന്നൊക്കെ പറയുന്നുണ്ട്, ഫെയ്ഡ് ആയിട്ടുണ്ട്. പക്ഷേ ചിലർക്ക് ഒരു റിസൾട്ടും പ്രത്യേകിച്ച് ഒരു ചേഞ്ചും വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ കുറച്ച് പേർക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടിയെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഈ ഒരു മെലാസ് എന്നല്ല, ഏത് വൈറ്റനിങ് ക്രീം നിങ്ങളെടുത്താലും ഇന്നത്തോടെ ഞാൻ ഈ ക്രീം നിർത്തി ഞാൻ തയ്ക്കുന്നില്ല എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങളുടെ മുഖം 2 ദിവസം കറുത്തു പോകും. അപ്പോൾ വൈറ്റനിങ് ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടുമ്പോഴത്തേനും പെട്ടെന്ന് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് റിയാക്ഷനേ ഉണ്ടാവത്തുള്ളൂ. അത് എന്ത് സാധനമായാലും. വൈറ്റനിങ് ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടേഴ്സും വൈറ്റനിങ് ക്രീം പ്രൊമോട്ട് ചെയ്യില്ല. ഒന്ന്, നിങ്ങൾക്കിപ്പോൾ മുഖം ഫേഡായി നിങ്ങൾ ഏതെങ്കിലും ക്രീമൊക്കെ യൂസ് ചെയ്ത് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വന്നിട്ട് ഏതെങ്കിലും ഡോക്ടറെ പോയി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ നിങ്ങളെ ചീത്ത പറയുകയുള്ളൂ. ഡോക്ടർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്ത് തരും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു ഡോക്ടർമാരും വൈറ്റനിങ് ക്രീം പ്രൊമോട്ട് ചെയ്യില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും ആഡൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഓരോ ക്രീമുകൾ അല്ലെങ്കിൽ ആരിലൊക്കെ സജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളോട് ആരോട് സജസ്റ്റ് ചെയ്തിട്ടില്ല മെലാസിൻ്റെ ക്രീം നിങ്ങൾ യൂസ് ചെയ്ത് വെളുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് പോലെ ആവത്തില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു സ്കിൻ ടോൺ അല്ല, ഇപ്പോൾ ഞാൻ ഓയിലി സ്കിൻ ആണെങ്കിൽ തന്നെ എൻ്റെ സ്കിൻ ടോൺ ആയിരിക്കില്ല വേറൊരാളുടെ ഓയിലി സ്കിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ ടോണിൽ തന്നെ ഒരേ സ്കിൻ ടൈപ്പ് ആണെങ്കിലും ഓരോ ഇതിൽ വ്യത്യാസപ്പെട്ടിരിക്കും. ചിലപ്പോൾ എനിക്ക് യൂസ് ചെയ്ത് നല്ല റിസൾട്ട് വന്ന ഒരു റിസൾട്ട് ചിലപ്പോൾ അടുത്ത ആൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടണമെന്നില്ല. ചിലപ്പോൾ അയാൾക്ക് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കുമല്ലോ. ചിലർക്ക് പൊള്ളിപ്പോറുണ്ട്, സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഈ ഒരു വൈറ്റനിങ് ക്രീം നല്ല ഒരു വൈറ്റനിങ് ക്രീം
ക്രീമുകളും പിടിക്കത്തില്ല, ചിലർക്ക് ഫെയ്ഡായി പോകുന്നുണ്ട്. കാരണം ഇപ്പം ഈ ഒരു ക്രീം എന്നല്ല, നിങ്ങൾ ഒരുപാട് ക്രീമുകൾ നമ്മുടെ വീഡിയോസിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ആ ക്രീമിൻ്റെ കടയിൽ ഒരുപാട് പേര് ബാഡായിട്ടുള്ള കമൻറ്റ്സ് ഇടുന്നുണ്ട്. കാരണം അവർക്ക് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് വന്നേക്കുന്നത്. അവരുടെ ഫേസിന് ആ പ്രശ്നം ഈ പ്രശ്നം മറ്റേ പ്രശ്നം എന്നൊക്കെയാണ്. അപ്പോൾ നമ്മളൊരു വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് ഒന്നും ഇല്ല എന്നാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തേക്കാം. ഇനി നമുക്ക് എന്തെങ്കിലും റിയാക്ഷൻസ് ആണ് വന്നതെന്നുണ്ടെങ്കിൽ ആ ടൈം അത് സ്റ്റോപ്പ് ചെയ്തേക്കാം. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നാളും കൂടെ ഇങ്ങനെ ഉപയോഗിച്ച് നോക്കാം, ചിലപ്പോൾ ഒന്ന് ചേഞ്ച് വന്നാലോ. അല്ലെങ്കിൽ ഞാൻ ഒരു ക്രീം തേച്ചു 2 ആഴ്ച തേച്ചു വെളുത്തു, എനിക്ക് ഈ കളർ മതി, ഇനി ഞാൻ നിർത്തിയേക്കാം. ആ ഒരു രീതിയിലേക്കൊക്കെ പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എന്ത് സ്റ്റോപ്പ് ചെയ്താലും നടക്കാൻ പോകില്ല, നമുക്ക് റിയാക്ഷൻസേ വരത്തുള്ളൂ, ഓപ്പോസിറ്റ് റിയാക്ഷനേ വരത്തുള്ളൂ. അപ്പം നമ്മൾ പതിയെ എന്തിനാണേലും പതിയെ നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് പോരുകയാണ് വേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം തന്നെ ഞാൻ ഈ ഒരു ഗ്ലൂട്ടാത്തിയോണ്ട് ഈ ഒരു വൈറ്റനിങ് ജെല്ല് വാങ്ങിച്ചത് അത്യാവശ്യം കളറ് വരും, ഫെയ്ഡായ മുഖം ഇച്ചിരി കൂടെ തിളങ്ങും, ഇച്ചിരി കൂടെ ബ്രൈറ്റ് ആകും, പാടൊക്കെ പോകുമെന്ന് വിചാരിച്ചത്. പക്ഷേ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തേച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, ഈ ഒരു ക്രീം ഇത് ഒരു വൈറ്റനിങ് ജെല്ല് യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു റിസൾട്ടും കിട്ടിയില്ല എന്ന് മാത്രമല്ല, കറുത്ത് പിടച്ചു പോയി. ഇതിനകത്ത് ഇപ്പോൾ ഒന്നും ഇല്ല കേസ്, ഇത് തീരാറായി കുറച്ചുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഞങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടാതെ വന്നപ്പോൾ കാശ് കൊടുത്ത് മേടിച്ചതല്ലേ എന്ന ഒരൊറ്റ പേരിൽ ഞങ്ങളുടെ അമ്മ ഇത് യൂസ് ചെയ്തോളാന്ന് പറഞ്ഞു. കുറച്ചാൾ അമ്മ യൂസൊക്കെ ചെയ്തു കേട്ടോ. അമ്മയുടെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ പോട്ടെ, പക്ഷെ അമ്മയ്ക്ക് പ്രത്യേകിച്ച് റിസൾട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു അമ്മയെങ്കിൽ അത് കാലിലോ കയ്യിലോ യൂസ് ചെയ്യാൻ. അങ്ങനെ കുറച്ചാൾ നമ്മൾ കാലിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ജസ്റ്റ് നമ്മുടെ ഷെൽഫിൽ എവിടെ കിടന്നപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചത്. കാരണം ഇത് കളയാൻ പോകണ യൂസ് കാരണം ഇത് 1.5 വർഷമായിട്ട് ഇതിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല, വെറുതെ ഇരിക്കുകയാണ്. ഇതേപോലെ കുറച്ചൊക്കെ ക്രീമുകളൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ കിട്ടിയ റിസൾട്ടിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടത്, പക്ഷേ അത് കുറേ പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല, ബാഡ് റിസൾട്ടാണ് കിട്ടിയത് തന്നെ. നമുക്ക് കുറച്ച് കളർ കിട്ടും, വെളുക്കും എന്നറിയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ ഒരാൾ ഒരു റിവ്യൂ പറയുകയാണ് ഇത് തേച്ചിട്ട് ഞാൻ വെളുത്തു, എനിക്ക് നല്ല കളർ കിട്ടിയെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ശരിയാണല്ലോ, എങ്കിൽ അത് ഞാൻ ട്രൈ ചെയ്തേക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടി പോയി ഓരോന്ന് മേടിച്ച് തേക്കുന്നുണ്ട് അല്ലേ. പക്ഷെ മേടിച്ച് തേക്കുമ്പോൾ നമുക്ക് അത് നമ്മുടെ സ്വന്തം റിസ്ക്കിലാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോരും. നമ്മൾ ഇപ്പോൾ ഞാൻ ഇട്ടുള്ള ഒരു വീഡിയോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്നെ കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു വൈറ്റനിങ് ക്രീം വാങ്ങിക്കുമ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് പിടിക്കണമെന്നേ ഇല്ല, നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകണമെന്നേ ഇല്ല. അപ്പോൾ നിങ്ങളൊക്കെ തന്നെയാണെങ്കിലും ഒരുപാട് പേര് ഒരുപാട് കാശ് മുടക്കി ഒരുപാട് സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടിയിട്ടുണ്ടാകത്തില്ല. അപ്പോൾ അതേപോലെ ഞാൻ കേട്ടോ ഈ ഒരു മെലാസിൻ്റെ ക്രീം എന്നല്ല, ഏത് ക്രീം ആണെങ്കിലും അത് തന്നെ. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു ക്രീം യൂസ് ചെയ്ത് നോക്കിയിരുന്നു, മെലാസൊക്കെ ഞാൻ വിട്ടായിരുന്നു കേട്ടോ. നമുക്ക് മെലാസ് ഒത്തിരി നാൾ കണ്ടിന്യൂ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ 2-3 മാസം കൂടെ ഞാൻ കല്യാണം, അപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു ക്രീം യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ വേറൊരു ക്രീം യൂസ് ചെയ്തു. പക്ഷേ അതിൻ്റെ കാശ് പോയെന്നല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു റിസൾട്ടും കിട്ടിയില്ല കേസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1-2 ആഴ്ച ആവുന്നു ഞാനിപ്പോൾ ഒരു ക്രീമാണ് യൂസ് ചെയ്യാനില്ല. ഒരു ക്രീം ഞാനിപ്പോൾ നാച്ചുറലായിട്ട് എന്തെങ്കിലും ചെയ്ത് കുറച്ച് കളറൊക്കെ വെക്കാം, അല്ല കുറച്ച് നന്നാക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വൈറ്റനിങ് ക്രീം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒന്നാമത് മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മൾ ഏത് വൈറ്റനിങ് ക്രീം തേച്ചാലും ആ വൈറ്റനിങ് എന്നും നിലനിൽക്കും എന്നൊക്കെ വിചാരിക്കണം വെറുതെ. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൂടെ ട്രൈ ചെയ്ത് നമ്മൾ ഒന്ന് മെയിൻറ്റെയിൻസ് ചെയ്ത് കൊണ്ടുപോകാമെന്നല്ലാതെ ഒരുപാട് നാളൊരു സാധനം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 2-3 വർഷമൊക്കെ ഒരു ക്രീമുകൾ യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് എനിക്കൊന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒന്നാമത് ഞാൻ കോസ്മോളജിസ്റ്റ് അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റ് ഒന്നുമല്ല, എനിക്ക് ഇതേപ്പറ്റി വലുതായിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഒരുപാട് പേര് വന്ന് എന്നോട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവരൊക്കെ ചോദിക്കുമ്പോഴും പറയുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് പോലും ഞാനത്, കാരണം ഞാൻ ഒരു ഡോക്ടറോ എനിക്ക് ഇതേപ്പറ്റി ഉള്ള അറിവുകളാണെന്നല്ല, എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് പേരൊക്കെയാണല്ലോ ഓരോ ക്രീമൊക്കെ തേച്ച് ഇങ്ങനെയൊക്കെ ആവുകയെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇപ്പം കുറേ പേരാണെങ്കിലും എനിക്ക് മെസ്സേജൊക്കെ അയക്കുമ്പോൾ ഇന്ന ക്രീം തേച്ചിട്ട് ഇന്നത് വന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഞാനത് മേടിക്കാതിരുന്ന ക്രീമായിരിക്കും. അപ്പോൾ എനിക്ക് ഭാഗ്യതയെ മേടിക്കാതെ ഇരുന്നത് ഭാഗ്യം എന്നൊക്കെ ഓർക്കുന്നുണ്ട്. കാരണം കുറേ പേർക്ക് ഫെയ്ഡായി കറുത്ത് പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് സ്കിന്ന് ഓരോ ക്രീമുകളൊക്കെ യൂസ് ചെയ്തിട്ട് മെലാസ് ആണെങ്കിലും കൂടി കേട്ടോ. പക്ഷേ എങ്കിലും നിങ്ങൾ കറുത്ത് പോയെന്നേ ഉള്ളൂ, പക്ഷേ കുറേ പേർക്ക് വെയിൻ്റെ ഇഷ്യൂകൾ വേറെ കുറേ ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഒത്തിരി പേരുണ്ട്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ യൂസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പതിയെ നിർത്താൻ അല്ലെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും കുറച്ച് വീഡിയോസൊക്കെ ഇട്ടത്. പക്ഷേ എനിക്ക് ഞാൻ കണ്ടുപിടിച്ചത് ഞാൻ ഇറക്കിയതായിട്ടുള്ള ഒരു സാധനമേ അല്ല ഈ മെലാസ്. ഇപ്പം തന്നെ കണ്ടില്ലേ, ഞാൻ ഈ ഗ്ലൂട്ടാത്തിയോണ്ട് തന്നെ ഞാൻ വെളുക്കെന്ന് വിചാരിച്ചിട്ട് ഇപ്പം തന്നെ ഞാൻ ഈ പെണ്ണിന് വെളുപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുണ്ട നിറത്തിലുള്ള അല്ല കളർ കുറഞ്ഞ ആൾക്കാർ, കറുത്തിട്ടുള്ള ആൾക്കാരുടെ വിഷമം നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കാരണം എന്നാ പറയുക, കുറച്ച് കളർ കുറവാണെന്നുണ്ടെങ്കിൽ കളർ കുറവുള്ള ആൾക്കാർക്ക് ഈ ഒരു മാരേജിൻ്റെ ഒക്കെ ഒരു ഇതൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം എനിക്ക് കുറച്ച് കളർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് വെളുക്കുന്നെങ്കിലും ആലോചിക്കാത്ത ഇരുണ്ട നിറമുള്ള ആരും ഉണ്ടായിരിക്കത്തില്ല. ഒട്ടുമിക്കവർക്കും വെളുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാകും. എനിക്ക് എന്നെ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി മെസ്സേജ് അയച്ചിട്ട് ആ ചേച്ചി പറഞ്ഞ ചേച്ചിയുടെ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് ഒരു ക്രീം എന്നോട് ചോദിച്ചു വെളുക്കാണ്ട്, ആൾ ഭയങ്കര ഡാർക്കാണ്. അപ്പോൾ ആൾക്ക് കളർ വെക്കണമെന്ന് ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ട്, ആഗ്രഹമുണ്ട്.
മറ്റുള്ളവർ കളിയാക്കുന്ന രീതിയിലുള്ള നോട്ടങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറുപ്പ് എന്ന് പറഞ്ഞാൽ 7 ഇടക്കാണ്. കറുപ്പിനെ പൊക്കാൻ ഒരുപാട് പേരുണ്ട്. കറുപ്പിനെ നല്ല ഭയങ്കര സംഭവം പോലെയൊക്കെയാണ് എല്ലാവരും പൊക്കണം. പക്ഷെ അവനവൻ്റെ വ്യക്തി ജീവിതത്തിൽ സ്വന്തം ജീവിതത്തിലോട്ട് ഒരു കറുത്ത കളർ കുട്ടീനാണ് പെണ്ണാണ് അമ്മണേലെ കറുത്ത കളർ കുട്ടീനാണ് സ്നേഹിച്ചെന്ന് പറയുമ്പോഴത്തേനും അപ്പനും അമ്മയും പോലും അമ്മ തന്നെ പറയും, അമ്മ ബന്ധുക്കൾ പറയും, കുറ്റേ പറയത്തുള്ളൂ. അപ്പം ചെറുക്കന് ചിലപ്പോൾ കറുത്ത കളർ കുട്ടീനെ ഇഷ്ടമായിരിക്കും, പക്ഷെ ബന്ധുക്കൾക്കൊക്കെ കാണുമ്പോൾ അലോസരമായിരിക്കും. ഇനി ബന്ധുക്കൾക്ക് ചിലപ്പോൾ സ്ത്രീധനം കണ്ടിട്ട് ആ കൊച്ചിന് തന്നെ മതി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചെറുക്കനുള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഇഷ്ടക്കേടുണ്ടാവും. കറുപ്പെന്ന് പറഞ്ഞ കളറിന് ഒട്ടുമിക്കെടുത്തും പറയുമ്പോൾ മാത്രം ഒരുപാട് വില കൊടുക്കുകയും എന്നാൽ പ്രവൃത്തിയിൽ വരുമ്പോഴത്തേനും വലിയ വിലയില്ലാത്തൊരു രീതി വരാറുണ്ട്. ഒരുപാട് പേര് വെളുക്കണം എന്നല്ല, പക്ഷെ നമുക്ക് വൈറ്റനിങ് ക്രീം എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്കിൻ ടോൺ മാറ്റി മറ്റൊരു സ്കിൻ ടോണിലേക്ക് അത് പോകുക. അപ്പം അങ്ങനെ പോകുമ്പോൾ തന്നെ അതിന് ഒരുപാട് എന്താ പറയുക, ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് വേണം പറയാനായിട്ട്. സൈഡ് എഫക്റ്റ് ഇല്ലാതെ ഒരു വൈറ്റനിങ് ക്രീമും ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത വൈറ്റനിങ് ക്രീം ഇല്ല. പിന്നെ നമ്മൾ ആയുർവേദിക്കൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ വേറെ വീഡിയോസിൽ പറഞ്ഞിട്ട് ആയുർവേദിക് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട് ചിലപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ എടുക്കാം. കാരണം ആയുർവേദിക് ഐറ്റംസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാലതാമസം എടുത്ത് നമുക്ക് ഓരോ റിസൾട്ട് കിട്ടത്തുള്ളൂ. അതും കിട്ടിയെന്നും നമുക്ക് പറയാം കേട്ടോ. അപ്പം ഞാനും കുറേ പേരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ, അല്ല മെസ്സേജസൊക്കെ കണ്ടിട്ടാണ്, കമൻസ് ഒക്കെ കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇതേപോലെ ഒരു വീഡിയോ എടുക്കാമെന്ന് തന്നെ വിചാരിച്ചത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്ര നേരം കണ്ടിരുന്നതിൽ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.